പറയാം. ഹരേ കൃഷ്ണ മാധവ് വായിച്ചു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ചൈതന്യ ചരിതാമൃതം അതിലുള്ള ശ്ലോകം 165. ത്വമാരാജിയായിതേ നാരാവധ മാത്ര സാര നരകഹൈതേ ത്വമാര നാഹിക നിസ്താരാം. വിവർത്തനം ശ്രീല പ്രഭുപാദ്. കൊല്ലപ്പെട്ട ഗോക്കളെ പുനരുജ്ജീവിപ്പിക്കാൻ നിങ്ങൾ മുസ്ലിങ്ങൾക്ക് കഴിവില്ലാത്തതിനാൽ നിങ്ങൾ അവയെ കൊന്നതിന് ഉത്തരവാദികളാകുന്നു. അതിനാൽ നിങ്ങൾ നരകത്തിലേക്ക് പോകും. അവിടെ നിന്ന് മോചനത്തിന് മാർഗമില്ല. ശ്ലോകം 166. ഗോ അങ്കേ യഥാ ലോമ തഥാ സഹസ്ര വത്സര ഭോവതി രൗരവ മധ്യേ പചേ നിരന്തരാം. വിവർത്തനം. ഗോക്കളെ വധിക്കുന്നവർ പശുവിന്റെ ശരീരത്തിലുള്ള രോമങ്ങളുടെ അത്രയും സംവത്സരങ്ങൾ നരകീയ ദുരിതമനുഭവിക്കാൻ വിധിക്കപ്പെടുന്നു. ശ്ലോകം 167. തോമാസബാര ശസ്ത്രകർത്ത സേഹഭ്രാന്ത ഹൈല നജാനി ശാസ്ത്രേര മർമ്മ ഐചേ ആജ്ഞാദിലാം. വിവർത്തനം. നിങ്ങളുടെ ശാസ്ത്രങ്ങളിൽ ധാരാളം തെറ്റുകളും മിഥ്യാധാരണകളും ഉണ്ട്. അവയുടെ ഉപാഖ്യാതാക്കൾ ജ്ഞാനത്തിന്റെ സാരമറിയാതെ യുക്തിക്കും ന്യായത്തിനും നിരക്കാത്ത ആജ്ഞകൾ നൽകിയിരിക്കുന്നു. ശ്ലോകം 168. ശുനീസ്തബ്ധ ഹൈലാകാജി നഹി സ്ഫുരേ വാണി വിചാരിയ കഹേ കാജി പരാഭാവ മാനി. വിവർത്തനം. മഹാപ്രഭുവിന്റെ പ്രസ്താവനകൾ കേട്ടതോടെ സ്വന്തം വാദങ്ങൾ സ്തംഭിച്ച കാസിക്ക് കൂടുതലൊന്നും പറയാൻ കഴിഞ്ഞില്ല. അങ്ങനെ മതിയായ വീണ്ടുവിചാരം ചെയ്ത കാസി പരാജയം സമ്മതിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. ഭാവാർത്ഥം. ഞങ്ങളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്കിടയിൽ ഞങ്ങൾ ബൈബിളിലെ പ്രസ്താവനകളെ കുറിച്ച് സംസാരിക്കുന്ന ധാരാളം ക്രിസ്ത്യാനികളെ കണ്ടുമുട്ടാറുണ്ട്. ദൈവം പരിമിതനാണോ അപരിമിതനാണോ എന്ന് ചോദിക്കുമ്പോൾ അപരിമിതനാണ് ആണെന്ന് ക്രിസ്ത്യൻ പുരോഹിതന്മാർ പറയുന്നു. പക്ഷേ അപരിമിതനായ ദൈവത്തിന് എന്തുകൊണ്ട് ഒരു പുത്രൻ മാത്രം ഉണ്ടായി, എന്തുകൊണ്ട് എണ്ണമറ്റ പുത്രന്മാരുണ്ടായില്ല എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ അവർക്ക് കഴിയുന്നില്ല. അതുപോലെ ശാസ്ത്രീയ വീക്ഷണത്തിൽ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും അനേകം ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷെ ശാസ്ത്രത്തെ ഒരു വ്യക്തിയുടെ തന്നിഷ്ടത്തിന് മാറ്റാനാവില്ല. എല്ലാ ശാസ്ത്രങ്ങളും മനുഷ്യപ്രകൃതമായ 4 ന്യൂനതകളിൽ നിന്ന് സ്വതന്ത്രമായിരിക്കണം. ശാസ്ത്രങ്ങളിലെ പ്രസ്താവനകൾ എല്ലാ കാലത്തും ശരിയായിരിക്കണം. വേറെ ആരെങ്കിലും വായിച്ചോട്ടെ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. വായിക്കട്ടെ? വായിച്ചു. ഹരേ കൃഷ്ണ. ശ്ലോകം 169. തുമിയെ കഹിലെ പണ്ഡിത സേയി സത്യഹയ ആധുനിക ആമാര ശാസ്ത്ര വിചാര സഹനയ. സത്യഹയ ആദി വായിച്ചോളൂ അജിത മാതാജി. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ്. ജയ ശ്രീല പ്രഭുപാദ്. എന്റെ പ്രിയപ്പെട്ട നിമായി പണ്ഡിത, താങ്കൾ പറഞ്ഞതെല്ലാം ശരിയാണ്. ഞങ്ങളുടെ ശാസ്ത്രങ്ങൾ വികസിച്ചത് സമീപകാലത്ത് മാത്രമാണ്. അവ തീർച്ചയായും യുക്തിപരവും തത്വശാസ്ത്രപരവുമല്ല. ചൈതന്യ ചരിതാമൃതം മധ്യലീലയിലെ 18:200 എന്ന ശ്ലോകത്തിന് പ്രഭുപാദർ നൽകിയ ഭാവാർത്ഥത്തിൽ പറയുന്നു: ഖുറാനിൽ പാണ്ഡിത്യം ഉണ്ടെന്ന് കരുതപ്പെടുന്ന പലർക്കും ഖുറാൻ നൽകുന്ന ആത്മീയ സാരം ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ഖുറാനും ബൈബിളും തീർച്ചയായും ഭഗവത് വചനങ്ങളുള്ള പുണ്യപുസ്തകങ്ങൾ തന്നെയാണ്. പക്ഷേ പലപ്പോഴും ആത്മീയ സാക്ഷാത്കാരം വേണ്ടുവോളം ഇല്ലാത്ത പണ്ഡിതർ ഈ വചനങ്ങളെ അവരുടെ പരിമിത ജ്ഞാനത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുകയും തന്മൂലം ആ വചനങ്ങളുടെ യഥാർത്ഥ അർത്ഥം മാറിപ്പോവുകയും ചെയ്യുന്നു. അതിനാൽ പലപ്പോഴും അത്തരം ശാസ്ത്രങ്ങളിലെ വചനങ്ങൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ടാകുന്നു. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. യവനന്മാരുടെ അല്ലെങ്കിൽ മാംസം ഭക്ഷിക്കുന്നവരുടെ ശാസ്ത്രങ്ങൾ ശാശ്വതമല്ല. അവ സമീപകാലത്ത് പരിഷ്കരിക്കപ്പെട്ടവയും ചിലപ്പോൾ പരസ്പര വിരുദ്ധങ്ങളുമാണ്.
യവനന്മാരുടെ ശാസ്ത്രങ്ങൾ 3 പഴയ നിയമവും പുതിയ നിയമവും ഖുറാനും. അവയുടെ രചനയ്ക്ക് ഒരു ചരിത്രമുണ്ട്. അവ വൈദിക വിജ്ഞാനം പോലെ ശാശ്വതമല്ല. ആയതിനാൽ അവയ്ക്ക് അവയുടേതായ വാദങ്ങളും കാരണങ്ങളും ഉണ്ടെങ്കിലും അവയ്ക്ക് താത്വിക ഭദ്രതയോ ദിവ്യത്വമോ ഇല്ല. ആയതിനാൽ ശാസ്ത്രത്തിലും തത്വശാസ്ത്രത്തിലും പുരോഗതി പ്രാപിച്ച ആധുനിക ജനങ്ങൾ ഈ ശാസ്ത്രങ്ങളെ അസ്വീകാര്യങ്ങളായി കരുതുന്നു. ചിലപ്പോൾ ക്രിസ്ത്യൻ പുരോഹിതന്മാർ ഞങ്ങളെ സമീപിച്ച് ഇങ്ങനെ ചോദിക്കാറുണ്ട്: എന്തുകൊണ്ടാണ് ഞങ്ങളുടെ അനുയായികൾ ഞങ്ങളുടെ ശാസ്ത്രങ്ങളെ അവഗണിക്കുകയും നിങ്ങളുടെ ശാസ്ത്രങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുന്നത്? പക്ഷേ നിങ്ങളുടെ ബൈബിൾ കൊല്ലരുതെന്ന് പറയുന്നു. എന്നിട്ടും നിങ്ങൾ ദിവസവും ഇത്രയധികം മൃഗങ്ങളെ കൊല്ലുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഞങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. അവരിൽ ചിലർ മൃഗങ്ങൾക്ക് ആത്മാവില്ലെന്ന വികലമായ മറുപടി നൽകും. പക്ഷേ അപ്പോൾ ഞങ്ങൾ അവരോട് ചോദിക്കും: മൃഗങ്ങൾക്ക് ആത്മാവില്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? മൃഗങ്ങളും കുട്ടികളും ഒരേ പ്രകൃതക്കാരാണ്. മനുഷ്യ സമൂഹത്തിലെ കുട്ടികൾക്കും ആത്മാവില്ലെന്നാണോ ഇതിനർത്ഥം? വേദശാസ്ത്രപ്രകാരം ശരീരത്തിന്റെ ഉടമയായ ആത്മാവ് ശരീരത്തിന്റെ ഉള്ളിലുണ്ട്. ഭഗവത്ഗീതയിൽ 2:13 പറയുന്നു: ദേഹിനോ അസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരപ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. ശരീരസ്ഥനായ ആത്മാവ് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും പിന്നെ വാർദ്ധക്യത്തിലേക്കും കടക്കുന്നത് പോലെ മരണശേഷം മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. സമചിത്തനായ ഒരാൾക്ക് ഈ പരിണാമത്തെപ്പറ്റി സംഭ്രമം ഉണ്ടാവില്ല. ആത്മാവ് ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ശരീരം മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. എല്ലാ ജീവജാലങ്ങളുടെയും ശരീരത്തിൽ മൃഗമായാലും വൃക്ഷമായാലും പക്ഷിയായാലും മനുഷ്യനായാലും ഒരു ആത്മാവുണ്ട്. ആ ആത്മാവ് ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് ദേഹാന്തര പ്രാപ്തി നടത്തുകയും ചെയ്യുന്നു. യവനന്മാരുടെ ശാസ്ത്രങ്ങൾക്ക് പഴയ നിയമവും പുതിയ നിയമവും ഖുറാനും. ജിജ്ഞാസുക്കളായ അനുയായികൾക്ക് ശരിയായ ഉത്തരങ്ങൾ നൽകാൻ കഴിയാതെ വരുമ്പോൾ സ്വാഭാവികമായും ശാസ്ത്രീയ ജ്ഞാനത്തിലും തത്വശാസ്ത്രത്തിലും പുരോഗതി പ്രാപിച്ചവർക്ക് യവനന്മാരുടെ ശാസ്ത്രങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭുവുമായി സംസാരിക്കവേ കാസി ഇത് സമ്മതിച്ചു. കാസി വളരെ ബുദ്ധിമാനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് തന്റെ അവസ്ഥയെക്കുറിച്ചുള്ള അറിവുണ്ടായിരുന്നു. താഴെ വരുന്ന ശ്ലോകത്തിൽ പ്രസ്താവിക്കുന്നത് പോലെ. ശ്ലോകം 170. കൽപ്പിത ആമാര ശാസ്ത്ര ആമി സഭ ജാനി ജാതി അനുരോധേ തബോ സേയി ശാസ്ത്രമാനി. വർത്തനം ശ്രീലപ്രഭാത് കി ജയ്. ഞങ്ങളുടെ ശാസ്ത്രം ഭാവനകളും അബദ്ധങ്ങളും നിറഞ്ഞതാണെന്ന് എനിക്കറിയാം. അവയുടെ ആധാരം ശക്തമല്ലെങ്കിലും ഞാനൊരു മുസ്ലിം ആയതിനാൽ സമുദായ താല്പര്യാർത്ഥം ഞാനത് സ്വീകരിക്കുന്നു. ശ്ലോകം 171. സഹജയവന ശാസ്ത്രേ അദൃഢ വിചാര ആസീതാഹേ മഹാപ്രഭു പൂച്ചേന ആരവാര. വിവർത്തനം ശ്രീലപ്രഭാത് കി ജയ്. യവനശാസ്ത്രങ്ങളിലെ യുക്തിവാദങ്ങൾ അത്ര ശക്തമല്ല. കാസി സമ്മതിച്ചു. ഈ പ്രസ്താവം കേട്ട് മഹാപ്രഭു പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ഇപ്രകാരം ആരാഞ്ഞു. ശ്ലോകം 172. ആരായേക പ്രശ്നകരി ശുന തുമി മാമ യഥാർത്ഥ കഹിബേ ചലേ നവാഞ്ചിബേ ആമ. വർത്തനം ശ്രീലപ്രഭാത് കി ജയ്. പ്രിയപ്പെട്ട അമ്മാവ, ഞാൻ ഒരു ചോദ്യം ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നു. ദയവായി സത്യം പറഞ്ഞാലും തന്ത്രങ്ങളാൽ എന്നെ വഞ്ചിക്കാൻ ശ്രമിക്കരുതേ. ശ്ലോകം 173. തോമാര നഗരേ ഹയ സദാ സങ്കീർത്തന വാദ്യഗീത കോലാഹല സംഗീത നർത്തന. വർത്തനം ശ്രീലപ്രഭാത് കി ജയ്. നിങ്ങളുടെ നഗരത്തിൽ സദാ നാമസങ്കീർത്തനം മുഴങ്ങുന്നുണ്ട്. സംഗീത നൃത്താദികളാൽ ഇവിടം സദാ കോലാഹലമയമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭുജി. വായിക്കട്ടെ പ്രഭുജി? വായിച്ചു. ഹരേ കൃഷ്ണ. ശ്ലോകം 174. തുമി കാജി ഹിന്ദു ധർമ്മ വിരോധേ അധികാരി ഏബേ ഏ നാകാര മാന ബുൽസിദേ ന പാരി. വിവർത്തനം ബൈ ശ്രീലപ്രഭാത്. ജയ് ശ്രീലപ്രഭാത്. മുസ്ലിം ന്യായാധിപൻ എന്ന നിലയിൽ താങ്കൾക്ക് ഹിന്ദുക്കളുടെ ആചാര നിർവഹണം നിരോധിക്കാൻ അധികാരമുണ്ട്. എങ്കിലും താങ്കൾ ഇപ്പോൾ അത് ചെയ്യുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നില്ല. കാജിബേലേസ്. ശ്ലോകം 175. കാജിബേലെ സഭേ തോമായ ബേലെ ഗൗരഹരി സെയി നാമേ ആമി തോമായ സബോധന കരി. വിവർത്തനം ബൈ ശ്രീലപ്രഭാത്. ജയ് ശ്രീലപ്രഭാത്.
കാസി പറഞ്ഞു, എല്ലാവരും തങ്ങളെ ഗൗരഹരി എന്ന് വിളിക്കുന്നു. ദയവായി ആ നാമത്താൽ താങ്കളെ സംബോധന ചെയ്യാൻ എന്നെയും അനുവദിക്കുക. 176 ശുന ഗൗരഹരി ഏയി പ്രസ് ശുന ഗൗരഹരി ഏയി പ്രശ്നേര കാരണ നിവൃതാഹാവോ യതി തബേ കരി നിവേദന. വിവർത്തനം: കേൾക്കൂ ഗൗരഹരി, താങ്കൾ ഒരു സ്വകാര്യ സ്ഥലത്ത് വന്നാൽ ഞാൻ കാരണം വിശദീകരിക്കാം. പ്രഭുബലെ ഏ ലോക ആമാര അന്തരംഗായ സ്ഫുടകരി കഹാ തുമി ന കരിയ ഭയ. വിവർത്തനം ബൈസുള്ള പ്രഭാത്, ജയ്സുള്ള പ്രഭാത്. മഹാപ്രഭു പ്രതിവചിച്ചു, ഈ ആളുകളെല്ലാം എന്റെ വിശ്വസ്ത സഹായികളാണ്. നിങ്ങൾക്ക് തുറന്നു പറയാം, ഇവരെ ഭയപ്പെടേണ്ടതില്ല. ശ്ലോകം 178-79. കാജി കഹേ ഏബേ ആമി ഹിന്ദുര കരേ ഗിയ കീർത്തന കരിലുൻ മാന മൃദംഗ ഭംഗിയ സേയി രാത്രേ ഏക സിംഹ മഹാഭയങ്കര നരദേഹ സിംഹ മുഖ ഗർജയെ വിസ്തര. വിവർത്തനം ബൈസുള്ള പ്രഭാത്, ജയ്സുള്ള പ്രഭാത്. കാസി പറഞ്ഞു, ആ ഹിന്ദുവിന്റെ ഭവനത്തിൽ പോവുകയും മൃദംഗം ഉടയ്ക്കുകയും നാമസങ്കീർത്തനം നിരോധിക്കുകയും ചെയ്ത രാത്രിയിൽ ഞാൻ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ അതിഭയങ്കരനായ ഒരു സിംഹം അത്യുച്ചത്തിൽ ഗർജിക്കുന്നത് ഞാൻ കണ്ടു. ഹരേ കൃഷ്ണ. അദ്ദേഹത്തിന്റെ ശരീരം മനുഷ്യന്റേതു പോലെയും മുഖം സിംഹത്തിൻ്റെതുമായിരുന്നു. ശ്ലോകം 180. ശയനെ അമര ഉപര ലഭദിയ ചാടി അട്ടഹാസേ കരെ ദന്ത കടമടി. വിവർത്തനം ബൈസുള്ള പ്രഭാത്, ജയ്സുള്ള പ്രഭാത്. സിംഹം അതിഘോരമായി അലറിക്കൊണ്ടും കോപത്താൽ പെല്ലിറുമിക്കൊണ്ടും ഉറങ്ങിക്കൊണ്ടിരുന്ന എന്റെ നെഞ്ചിലേക്ക് ചാടിക്കയറി. ശ്ലോകം 181. മോരാ ബൂഖേ നഗാദിയ കോരാ സ്വരേ ബലെ പാടിമു തോമാര ബുക്ക മൃദംഗ ബദലെ. വിവർത്തനം ബൈസുള്ള പ്രഭാത്, ജയ്സുള്ള പ്രഭാത്. സിംഹം അതിന്റെ വിരലുകൾ എന്റെ നെഞ്ചിൽ വെച്ച് ഘോരമായ ശബ്ദത്തിൽ പറഞ്ഞു, നീ മൃദംഗമുടച്ച അതേ രീതിയിൽ ഞാനിതാ നിന്റെ നെഞ്ച് പിളർക്കാൻ പോകുന്നു. ശ്ലോകം 182. മോര കീർത്തന മന കരിമു തോരാ ക്ഷയ ആം ഘി മുടി കാൻപി ആമി പാന ബഡ ഭയ. നീ എന്റെ നാമസങ്കീർത്തനത്തിന് വിലക്ക് കൽപ്പിച്ചു, അതിനാൽ എനിക്ക് നിന്നെ നശിപ്പിച്ചേ തീരൂ. അത്യന്തം ഭയന്ന ഞാൻ കണ്ണുകൾ അടയ്ക്കുകയും വിറകൊള്ളുകയും ചെയ്തു. ശ്ലോകം 183. ഫീദ ദേക്കി സിംഹബലെ ഹൈയ സദയ തോരെ ശിക്ഷ ദീതേ കൈലു തോര പരാജയ. വിവർത്തനം ബൈസുള്ള പ്രഭാത്, ജയ്സുള്ള പ്രഭാത്. അത്യന്തം ഭയന്നിരിക്കുന്ന എന്നെ കണ്ട സിംഹം പറഞ്ഞു, നിന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ പരാജയപ്പെടുത്തിയത്. എങ്കിലും ഞാൻ നിന്നോട് കരുണയുള്ളവനായിരിക്കും. ഹരേ കൃഷ്ണ. വായിക്കുക പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നേരത്തെ എന്റെ വിരല് കൊണ്ട് അത് മോട്ടായി പോയതാണ്. മാതാജി വായിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ വായിച്ചു. 184 തൊട്ടല്ലേ? അതെ അതെ, 184. 184. ഹരേ കൃഷ്ണ. സേദിന ബഹുദാനാഹി കൈരി ഉത്പാദ ക്ഷമ കരീന കരീനു പ്രാണാഘാത. വിവർത്തനം ശ്രീല പ്രഭുവാദിക്ക് ജയ്. ആ ദിവസം നീ വളരെ വലിയ ദ്രോഹം ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ നിന്നോട് ക്ഷമിക്കുകയും നിന്നെ ജീവനെടുക്കാതിരിക്കുകയും ചെയ്യുന്നു. ശ്ലോകം 185. ഐചയതി പുനകര അബേന സാഹിമു സവംസേ തോമാരേ ബാരി യവനാനാശിമു. വിവർത്തനം ശ്രീല പ്രഭുവാദിക്ക്. അത്തരം പ്രവൃത്തികൾ ഇനിയും ആവർത്തിക്കുന്ന പക്ഷം ഞാൻ സഹിക്കില്ല. അന്ന് ഞാൻ നിന്നെയും നിന്റെ കുടുംബത്തെയും യവനന്മാരെ ഒന്നടങ്കവും ഹനിക്കും. ശ്ലോകം 186. ഏതാ കഹി സിംഹഗേല അമാര ഹൈലാബായ ചിന്ന അമോര ഹൃദയ. വിവർത്തനം ശ്രീല പ്രഭുവാദിക്ക്. ഇത്രയും പറഞ്ഞതിന് ശേഷം സിംഹം അപ്രത്യക്ഷനായി. എന്നിട്ടും എന്റെ ഭയപ്പാട് മാറിയില്ല. എന്റെ നെഞ്ചിലെ നഖപ്പാടുകൾ ഒന്ന് നോക്കൂ.
ശ്ലോകം 187. ഏതാ ബലി കാജി നിജാബു ഏതാ ബലി കാജി നിജാബുക ദേഖായില ശുനീദേക്കി സർവലോക ആശ്ചര്യമാനില. വിവർത്തനം ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഈ വിവരണത്തിനു ശേഷം കാസി തന്റെ നെഞ്ച് തുറന്നു കാണിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുകയും നഖക്ഷതങ്ങൾ കാണുകയും ചെയ്ത എല്ലാവരും ഈ അത്ഭുതകരമായ സംഭവം അംഗീകരിച്ചു. ശ്ലോകം 188. കാജി ആമി കാരേന കഹീല സേയിദിന അമാരായേക പിയാദ ആയില. വിവർത്തനം ശ്രീല പ്രഭുപാദിക്ക് ജയ്. കാസി തുടർന്നു, ഈ സംഭവം ഞാൻ ആരോടും പറഞ്ഞില്ല. പക്ഷേ അന്ന് നിന്നെ എന്റെ ഭൃത്യന്മാരിൽ ഒരാൾ അന്ന് തന്നെ എന്റെ ഭൃത്യന്മാരിൽ ഒരാൾ എന്നെ കാണാൻ വന്നു. ശ്ലോകം 189. ആസികേലുന്മുയി കീർത്തന നിഷേധിതേ അഗ്നി ഉൽക്കാമോരാമുഖേ ലാഗേ ആജംബിതേ. വിവർത്തനം ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഭൃത്യൻ എന്റെ അടുത്ത് വന്നു പറഞ്ഞു, ഞാൻ നാമസങ്കീർത്തനം തടയാൻ പോയപ്പോൾ എന്റെ മുഖത്ത് പെട്ടെന്ന് അഗ്നിജ്വാലകൾ വന്നടിച്ചു. ശ്ലോകം 190. കുടില സകല ദാടി മുഖേ ഹൈലവൃണ ഏയി പേയാതായ താര വിവരണ. വിവർത്തനം ശ്രീല പ്രഭുപാദിക്ക് ജയ്. എന്റെ താടിരോമങ്ങൾ കത്തിക്കരിഞ്ഞുപോയി, മുഖത്ത് പൊള്ളലേറ്റു. അവിടെ പോയ ഓരോ ഭൃത്യനും ഇതേ വിവരണം നൽകി. ഹരേ കൃഷ്ണ. ഞാനിങ്ങനെ ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. തുടർന്ന് ഏതെങ്കിലും ഡിസ്കഷൻ എന്തെങ്കിലും പറയാനുണ്ടോ നരോത്തം പ്രഭു? എന്തെങ്കിലും അല്ലെ ആരൊക്കെങ്കിലും? സ്വരൂപ് പ്രഭു ഇതുവരെ വായിച്ചതിൽ എന്തെങ്കിലും? 190 വരെ നമ്മൾ വായിച്ചത്. നമ്മളിപ്പോ അതിൽ ഹരേ കൃഷ്ണ പ്രഭു. ഇതില് കാസിക്ക് ഭഗവാൻ നരസിംഹമൂർത്തി ദർശനം കൊടുത്തു സ്വപ്നത്തിലെന്ന് പറഞ്ഞത് ഭയങ്കര അതെ. അല്ല, അത് മാത്രമല്ല, അദ്ദേഹമായിട്ട് അതിന് മുന്നേ ഈ മഹാപ്രഭുവായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. അതെ അത് തന്നെ ഒരു കാര്യമാണ്. വളരെ എളിമയോടുകൂടി മഹാപ്രഭുവിനോട് എളിമയോടുകൂടിയായി പിന്നത്തെ സംസാരം. അതെ. മഹാപ്രഭുവിന്റെ ദർശനം കിട്ടിയെന്ന് പറയുമ്പോ തന്നെ അവിടെ ഒരു അതുകൊണ്ടായിരിക്കും അല്ലെ. ഞാനിപ്പോ ആലോചിക്കും എന്തുകൊണ്ടാണ് കാസിക്ക് നരസിംഹമൂർത്തിയുടെ ദർശനം ഉണ്ടായത്. മഹാപ്രഭുവിന്റെ ദർശനത്തിൽ കൂടി വന്നതാണല്ലേ. കൂടി കിട്ടി. അതെ. പിന്നെ ഇവിടെ വേറൊരു കാര്യം 166 പറയുന്നുണ്ട്. ഗോക്കളെ വധിക്കുന്ന പശുവിന്റെ ശരീരത്തിലുള്ള രോമങ്ങളുടെ അത്രയും സംവത്സരങ്ങൾ നരകിയ ദുരിതം അനുഭവിക്കുന്നതായിരുന്നു. അതെ, വലിയൊരു പോയിന്റ് അത്. അതെ. പക്ഷെ അതൊക്കെ നമ്മൾ പറഞ്ഞ ആരും വിശ്വസിക്കില്ലല്ലോ പ്രഭു. ഇത് ഇല്ല, വിശ്വാസമില്ലാത്തവരോട് ഇത് പറഞ്ഞിട്ടും അവരങ്ങനെ പുച്ഛിച്ച് തള്ളുകയുള്ളൂ എന്ന് തോന്നുന്നു. ഇത് കേട്ടപ്പം തോന്നി അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണമെന്ന്. പക്ഷെ ഹരേ കൃഷ്ണ പ്രഭു. അതേപോലെ തന്നെ ഈ പ്രഭുപാദന്റെ ഒരു സത്സംഗം കഴിഞ്ഞപ്പോ അവിടുത്തെ യൂറോപ്യൻ റിപ്പോർട്ടേഴ്സ് അവർക്കൊന്നും പിടിച്ചില്ല. അവര് ചോദിച്ചു, നിങ്ങള് ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് ഒരു ദൈവം എന്നുള്ളതാണ് ഞങ്ങളുടെ ധാരണ. നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ഇതേ മറുപടിയാണ് അവിടെ കൊടുത്തത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ അൺലിമിറ്റഡ് ആണ്. ഭഗവാൻ അൺലിമിറ്റഡ് ആകുമ്പോൾ അദ്ദേഹത്തിന് അൺലിമിറ്റഡ് ആയിട്ട് മക്കളുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള മക്കളായിരിക്കും ഇവിടെ ഓരോരുത്തരായിട്ട് വന്നിരിക്കുന്നത്, പ്രീച്ച് ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇതേ ലീലയാണ് അദ്ദേഹം അവിടെ വിസ്തരിച്ച് പറയുകയുണ്ടായിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. ഇതുപോലെ 169 പറയുന്നില്ലേ, ക്രിസ്ത്യൻ പുരോഹിതന്മാർ ഇങ്ങനെ എന്തുകൊണ്ടാണ് അവരുടെ ശാസ്ത്രങ്ങളെ അവഗണിച്ച് പ്രഭാതരുടെ കൂടെ പോകുന്നതിന്റെ അവിടെ പറയുന്നുണ്ടല്ലോ.
രണ്ടിലും മൃഗങ്ങളെ കൊല്ലരുത് എന്ന് പറയുന്നുണ്ട്, പക്ഷെ നിങ്ങൾ കൊല്ലുന്നു എന്ന് പറയുന്നു. പക്ഷെ ഇപ്പോഴും നമ്മളും ഉണ്ട്, എന്നാലും ആർഗ്യുമെന്റ് അവിടെ വരുന്നുണ്ട്. ഹരേ കൃഷ്ണ. അതേപോലെ പ്രഭു, നമ്മള് ഇപ്പൊ ഇത്രയും ഈ കാസി എന്ന് പറയുന്ന ഒരു മുസ്ലിം മതവിഭാഗക്കാരന് ഇത്രയും റിയലൈസേഷൻ ഉണ്ടായി. ആ ഉം. ഒരു സ്ഥലത്തെ ഇന്നത്തെ കറന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതെ, അപ്പോ ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യമല്ലേ മാതാജി? അതെ അതെ, അതെ അതെ, ഒരു അവിടെ രക്ഷയില്ല. ഒരു രക്ഷയില്ലാത്ത പോലെ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ വായിച്ച് ഇങ്ങനെ ആയിരുന്നു അല്ലേ അന്ന്, ആ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും കൂടെ ആലോചിക്കുമ്പോഴേ അതെ, നമ്മുടെ ഭയങ്കര. വരെ നമ്മുടെ ആചാര്യന്മാരുടെയും ഒക്കെ വിഗ്രഹങ്ങളും ഇതൊക്കെ സൂക്ഷിച്ചു വെക്കാൻ അവർ കിടന്ന് പെടാപാട് വിടുകയാണ് ഇപ്പോ. അതെ അതെ, അത്രയും കലിയുഗം അങ്ങനെ മൂർച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് ശക്തി കൂടിക്കൊണ്ടിരിക്കുക. ഇത് പടർന്ന് പടർന്ന് വരും എല്ലായിടത്തേക്കും. ആ അതെ അതെ. ഉം. ഇവിടെ ചോദിക്കുന്നുണ്ടല്ലോ, നിനക്ക് അതിനുള്ള അധികാരം ഉണ്ടായിട്ട് പോലും ഇപ്പോ താങ്കൾക്ക് ഇപ്പൊ 174 മഹാപ്രഭു ചോദിക്കുന്നുണ്ടല്ലോ, മുസ്ലിം ന്യായാധിപൻ എന്ന നിലയിൽ താങ്കൾക്ക് ഹിന്ദുക്കളുടെ ആചാര നിർവഹണം നിരോധിക്കാൻ അധികാരമുണ്ടെങ്കിൽ താങ്കൾ അത് ചെയ്യുന്നില്ല. അപ്പോഴാണല്ലോ കാരണം പറയുന്നത്. നരസിംഹം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. സിംഹം വന്നു ആക്രമിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ ആ ആ ഭയം അന്നുണ്ട് എന്നർത്ഥം. അന്ന് അതുണ്ട്. കാരണം മഹാപ്രഭു ഒക്കെ ഉള്ള മഹാപ്രഭു ഉള്ള കാലഘട്ടം ആയതുകൊണ്ട് ഭഗവാൻ പ്രത്യക്ഷത്തിലുണ്ട്. അപ്പൊ അത് തന്നെ നമുക്ക് ഇപ്പോഴും മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലത്തുള്ള അതിന്റെ അനന്തരഫലങ്ങൾ പ്രത്യാഘാതങ്ങൾ അവരനുഭവിക്കുന്നുണ്ടാവും. അതാണല്ലോ അവിടെ ഒരു കാരണവശാലും അവർ പൊന്തി വരാത്തതിന്റെ. പക്ഷെ അത് അതെ അതെ തിരിച്ചറിയാനുള്ള കഴിവ്, ബോധവും അവബോധം അവർക്ക് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെ അതെ അതെ. വീണ്ടും വീണ്ടും ഇതിലേക്ക് ഇങ്ങനെ തിരിച്ചു പോകുന്നത്. ഹരേ കൃഷ്ണ. 170 പറയണ്ടല്ലോ, കാസിക്കറിയാം ഇത് നമ്മൾ ഭാവനകൾ അബദ്ധം നിറഞ്ഞതാണ് എന്നറിയാം ഞങ്ങളുടെ ശാസ്ത്രം. അവയുടെ ആധാരം ശക്തമല്ലെങ്കിലും ഞാനൊരു മുസ്ലിം ആയതിനാൽ സമുദായ താല്പര്യാർത്ഥം ഞാനത് സ്വീകരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. അവർക്കറിയാം അത് ശക്തമല്ല, അബദ്ധം നിറഞ്ഞാണ്, പക്ഷെ സമുദായ താല്പര്യാർത്ഥമാണ് ഞാൻ സ്വീകരിക്കുന്നത് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയായിരിക്കും അവരുടെ പിൻഗാമികൾ ഇപ്പൊ വന്നവരെല്ലാരും അങ്ങനെ അതെ ആ ഒരു ഇതിൽ വന്നതായിരിക്കും. ശരിക്കും അവർക്ക് അറിയാം അബദ്ധം നിറഞ്ഞതാണെന്ന്, പക്ഷെ അവര് എന്തുകൊണ്ടോ അതിൽ പെട്ടുപോയി. ഉം. ഹരേ കൃഷ്ണ. മാതാജി അവര് പെട്ടുപോയതല്ല, അവരെ പെടുത്തിയതാണ്. അതെ അതെ, അവരെ പെടുത്തിയതാണ്. അതെ, പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ഓർത്തു, എ- എ- പെട്ടുപോയതല്ല. എന്ന പ്രവാചകൻ തന്നെ പറയാൻ പറ്റുമെന്ന് അറിയില്ല. അവരാണ് അവരുടെ ഇഷ്ടം, കാരണം അവർക്ക് തന്നെ മനസ്സിലായിട്ടില്ല ഇത് മുഴുവനും. അപ്പൊ അതെ അവരുടെ ഇഷ്ടം അവർ മാറ്റി എഴുതുന്ന ഇത്രേ ഉള്ളൂ. കാശി തന്നെ സമ്മതിക്കണ്ടെന്നുള്ള ഇത് പിന്നീട് വന്ന കാര്യങ്ങളാണെന്ന്. അപ്പൊ ആക്ച്വലി എന്താന്നുള്ളത് ആർക്കും മനസ്സിലായിട്ടില്ല, അവർ മനസ്സിലാക്കിയിട്ടുമില്ല. അതാണ് പ്രശ്നം അതെ. ഉണ്ടായത്. ഉം. ഹരേ കൃഷ്ണ. വേറൊന്നുമില്ലെങ്കിൽ നമുക്ക് തുടർന്ന് വായിക്കാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? സ്വരൂപ് പ്രഭു, വിഷ്ണുപ്രിയ മാതാജി, പിന്നെ ആരാ? ഹരിഗോവിന്ദ് പ്രഭു ഉണ്ട്, ഗോവിന്ദ മാതാജി, അജിത് കുമാർ പ്രഭു. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ട് വായിച്ചതിന്? ഇല്ലെങ്കിൽ നമുക്ക് തുടർന്ന് 191 വായിക്കാം. എന്റെ പ്രഭു ഈ കാശിയുടെ ഇതിനെ പറ്റിയാണ് മാതാജിയുടെ വോയിസ് ബ്രേക്ക് ആണ്. ഇന്റർനെറ്റ് മാതാജിയുടെ ഇന്റർനെറ്റ് അടിയന്തരമായി റിപ്പയർ ചെയ്യേണ്ട സമയമായി. ഇടയ്ക്കിടയ്ക്ക് എങ്ങനെയാ പ്രഭു? ഇപ്പോഴും അത് പ്രശ്നമാണ്. ഹരേ കൃഷ്ണ. ഓക്കെ, എന്നാ നമുക്ക് 191 വായിക്കാം.
അടുത്തത് ആരാണ്? ഞാൻ വായിക്കുന്നില്ല, കുറച്ച് പല്ലിന്റെ അവിടെ. മാതാജിന് ഒട്ടും ഇല്ല മാതാജി. വളരെ ഇതാണ് ഇത് ബ്രേക്ക് ആയിട്ടാ വരുന്നത്. വേറെ അടുത്ത ആരെങ്കിലും? ഹരേ കൃഷ്ണ. ആ പ്രഭു വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. താഹേഹീനോ മോയി മഹാപായ പായ കീർത്തനാനാവർജീഹ ഖരേ രേഹോന്താവാസിയ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ഇത് കണ്ട് ഞാൻ അത്യന്തം ഭയചകിതനായി നാമസങ്കീർത്തനം തടയേണ്ടെന്നും തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊള്ളാനും ഞാൻ അവരോട് പറഞ്ഞു. തബേതേ നഗരേ കൈബേ സ്വച്ഛന്ദ കീർത്തന ശൂനി സഭാംലേറ്റ ആസി കൈലാനിവേദന. നഗരത്തിൽ സ്വച്ഛന്തമായ നാമസങ്കീർത്തനം നടക്കുന്നുണ്ടെന്ന് കേട്ട മ്ലേച്ഛന്മാർ അപ്പോൾ ഒരു പരാതി സമർപ്പിക്കാൻ വന്നു. നഗരേ ഹിന്ദുരാധർമ്മ ബാധില അപാര ഹരി ഹരി ധ്വനി ബൈ നാഹി ശൂനിയാര. ഹിന്ദുധർമ്മം അപാരമായി വർദ്ധിച്ചിരിക്കുന്നു. എല്ലായ്പ്പോഴും ഹരി എന്ന ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കുന്നില്ല. ആരാമ്ലേച്ച കാഹേ ഹിന്ദു കൃഷ്ണ കൃഷ്ണ ബലി ആസേ കാന്തേ നാചേകായ കബീജായ ധൂലി. ഒരു മാംസഭോജി പറഞ്ഞു, ഹിന്ദുക്കൾ കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കുകയും കരയുകയും നൃത്തം ചെയ്യുകയും പാടുകയും നിലത്ത് വീണ ഉരുളുകയും ചെയ്യുമ്പോൾ അവരുടെ ശരീരങ്ങളിൽ മണ്ണ് പുരളുന്നു. ഹരി ഹരി കരി ഹിന്ദു കരേ കോലാഹല പാദാസാഹ ശൂനിലേ തോമാര കരി ബേഹബാല. ഹിന്ദുക്കൾ ഹരി ഹരി എന്ന് ഉറക്കെ ജപിച്ചുകൊണ്ട് കോലാഹലം ഉണ്ടാക്കുന്നു. രാജാവ് അല്ലെങ്കിൽ പാദസാഹ അത് കേൾക്കുന്ന പക്ഷം തീർച്ചയായും താങ്കളെ ശിക്ഷിക്കും. പാദസാഹ എന്ന പദം രാജാവിനെ പരാമർശിക്കുന്നു. ആലവുദ്ദീൻ സയ്യിദ് ഹുസൈൻ ഷാ എന്ന പൂർണ്ണ നാമമുള്ള നവാബ് ഹുസൈൻ ഷാ ആയിരുന്നു അക്കാലത്ത് AD 1498-1521 ബംഗാളിന്റെ സ്വതന്ത്രനായ രാജാവ്. മുമ്പ് അദ്ദേഹം ഹാപ്സി വംശത്തിലെ ക്രൂരനായ നവാബ് മുജാഖര ഖാന്റെ ദാസനായിരുന്നു. പക്ഷെ ഏതോ വിധത്തിൽ അദ്ദേഹം തന്റെ ക്രൂരനായ യജമാനനെ വധിച്ച് രാജാവായി തീർന്നു. ബംഗാളിന്റെ സാങ്കേതികമായി മസ്നദ എന്ന് വിളിക്കുന്നു. സിംഹാസനം നേടിയതിനു ശേഷം അദ്ദേഹം സയ്യിദ് ഹുസൈൻ ആലാവുദ്ദീൻ ഷരീഫ് മുക്ത ആണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ചു. റിയാജ ഉല സലാത്തിന എന്നൊരു ഗ്രന്ഥമുണ്ട്. അതിന്റെ കർത്താവായ ഗുലാം ഹുസൈൻ പറയുന്നു, നവാബ് ഹുസൈൻ ഷാ മുക്ക ഷെരീഫിന്റെ കുടുംബത്തിൽ ജനിച്ചവനാണെന്നും കുടുംബമഹത്വം കാത്തു സൂക്ഷിക്കുന്നതിന് അദ്ദേഹം ഷെരീഫ് മുക്ക എന്ന നാമം സ്വീകരിച്ചു. പൊതുവെ അദ്ദേഹം നവാബ് ഹുസൈൻ ഷാ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ മരണാനന്തരം മൂത്തപുത്രൻ നസറത് ഷാ ബംഗാളിന്റെ രാജാവായി. AD 1521 മുതൽ 1533 വരെ. ഈ രാജാവും അത്യന്തം ക്രൂരനായിരുന്നു. അദ്ദേഹം വൈഷ്ണവർക്കെതിരെ ധാരാളം പൈശാചിക പ്രവർത്തികൾ ചെയ്തു. അദ്ദേഹത്തിന്റെ പാപപ്രവൃത്തികളുടെ പരിണാത ഫലം എന്നോണം ഖോജ വിഭാഗത്തിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ ഭൃത്യന്മാരിൽ ഒരുവൻ അദ്ദേഹം പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തെ വധിച്ചു. ഹിന്ദു ഹരി ബേലെ താര സ്വഭാവ ജാനീല. ഞാനിപ്പോൾ ഈ യവനന്മാരോട് ആരാഞ്ഞു. ഈ ഹിന്ദുക്കൾ സ്വാഭാവികമായി ഹരി ഹരി എന്ന് ജപിക്കുന്നവരാണെന്ന് എനിക്കറിയാം. സുമിതയവനായ കോനിനൂഷണ ഹിന്ദുരദേവതാര നാമലഹീകാരണ. ഹിന്ദുക്കൾ ഹരി എന്ന നാമം കീർത്തനം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അത് അവരുടെ ഈശ്വരന്റെ നാമമാണ്. എന്നാൽ നിങ്ങൾ മുസ്ലിം യവനന്മാരാണല്ലോ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഹൈന്ദവ ദൈവത്തിന്റെ നാമം ജപിക്കുന്നത്? ശ്ലോകം 198.
ലേറ്റാകാഹേ ഹിന്ദൂരേ ആമീകാരി പരിഹാസ കേ ഹേ കൃഷ്ണദാസ കേ ഹേ രാമദാസ. ലേച്ചൻ മറുപടി പറഞ്ഞു, ഞാൻ ചിലപ്പോൾ ഹിന്ദുക്കളോടായി പരിഹാസം ചൊല്ലാറുണ്ട്. അവരിൽ ചിലർ കൃഷ്ണദാസനെന്നും ചിലർ രാമദാസനെന്നും വിളിക്കപ്പെടുന്നു. കേ ഹേ ഹരി ദാസ സദാ ബേലേ ഹരി ഹരി ജാനി കാരേ ദാന കാരി ബേഗ ചൂരി. അവരിൽ ചിലരെ ഹരിദാസൻ എന്ന് വിളിക്കുന്നു. അവർ സദാ ഹരിഹരി എന്ന് ജപിക്കുന്നതിനാൽ അവർ ആരുടെയെങ്കിലും ഭവനത്തിൽ നിന്ന് മോഷണം നടത്തുമെന്ന് ഞാൻ ചിന്തിച്ചു. ഹരി ഹരി എന്നതിൻ്റെ മറ്റൊരർത്ഥം ഞാൻ അപഹരിക്കുന്നു എന്നാണ്. ശ്ലോകം 200. തേയി ഹൈ തേ ജിഹ്വാ മോരാ ബലേ ഹരി ഹരി ഇറ്റാനാഹി തബുബലേ കി ഉപായകാരി. അപ്പോൾ മുതൽ എൻ്റെ നാവും സദാ ഹരി ഹരി എന്ന് ശബ്ദിക്കുന്നു. എനിക്കത് പറയാൻ ഒരാഗ്രഹവുമില്ല. എങ്കിലും എൻ്റെ നാവ് എപ്പോഴും ജപിക്കുന്നു. എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ വൈഷ്ണവർ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ ദിവ്യനാമത്തിൻ്റെ പ്രഭാവം അറിയാത്ത ആസുരിയായ അവിശ്വാസികൾ വൈഷ്ണവരെ പരിഹസിക്കാറുണ്ട്. ആ പരിഹാസവും അത്തരം വ്യക്തികൾക്ക് പ്രയോജനകരമാണ്. ഹരേ കൃഷ്ണ ഉച്ചരിക്കുന്നത് തമാശയ്ക്കായാലും സാധാരണ ചർച്ചകൾക്കിടയിലായാലും അവഗണിച്ചുകൊണ്ടായാലും ആ ഉച്ചാരണം അതീന്ദ്രിയ തലത്തിനോടടുത്ത നാമാഭാസമാണെന്ന് ശ്രീമദ് ഭാഗവതം 6-ാം സ്കന്ധം 2-ാം അധ്യായം 14-ാം ശ്ലോകം പറയുന്നു. ഈ നാമാഭാസ തലം നാമാപരാധ തലത്തേക്കാൾ നന്നാണ്. നാമാഭാസം വിഷ്ണുവിൻ്റെ പരമമായ സ്മരണ ഉണർത്തുന്നു. വിഷ്ണുവിനെ സ്മരിക്കുമ്പോൾ ഭൗതിക ആസ്വാദനത്തിൽ നിന്ന് മുക്തി നേടുന്നു. അപ്രകാരം ഒരുവൻ ക്രമേണ ഭഗവാന്റെ അതീന്ദ്രിയ സേവനത്തിനായി മുന്നോട്ടു വരികയും ദിവ്യനാമം അതീന്ദ്രിയ തലത്തിൽ കീർത്തനം ചെയ്യുന്നതിന് അർഹനായി തീരുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ നേരത്തെ അജിത മാതാജി പറഞ്ഞ അതേ ഇവിടെ തന്നെ പറയുന്നുണ്ടല്ലോ 197 അല്ല 195 ക്രൂരനായിട്ട് അവരന്ന് തന്നെ വൈഷ്ണവർക്കെതിരെ ധാരാളം പൈശാചിക പ്രവൃത്തികൾ ചെയ്ത കാര്യം പറയുന്നുണ്ട്. നേരത്തെ സർവജയ മാതാജി പറഞ്ഞിരുന്നു. ഇപ്പോ നടക്കുന്ന കാര്യം അന്നും നടന്നിട്ടുണ്ട്, ഇതെപ്പോഴും നടക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. തുടർന്ന് വായിക്കാം. ശ്ലോകം 201 വായിക്കാം. ആരെങ്കിലും? 201. അതെ, 201 പ്രഭു. 201, 202, പേജ് 803, 804 വരും. ശ്ലോകം 201. പേജ് നമ്പർ 803 ഇപ്പോ? 803 മലയാളം 804 വരുന്നത്. 804 आरामला चक्का के सुना अमिताये मते हिंदू के परिगासा कैनु से दिन दे जुह्वा कृष्ण नामा करे नामा ने वर्जना न जानी की मंत्रौषधि जाने हिंदू गणा. വിവർത്തനം. മറ്റൊരു മ്ലേച്ഛൻ പറഞ്ഞു, അങ്ങുന്നേ ദയവായി ഇത് കേട്ടാലും ഹിന്ദുക്കളോട് പരിഹാസമോദിയ നാൾ മുതൽ എൻ്റെ നാവ് ഹരേ കൃഷ്ണ നാമം ജപിക്കുന്നു. അത് ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയുന്നതുമില്ല. എന്തൊക്കെ മാസ്മരിക മന്ത്രങ്ങളും പച്ചില മരുന്നുകളുമാണ് ഈ ഹിന്ദുക്കൾക്ക് വശമുള്ളതെന്ന് എനിക്ക് നിശ്ചയമില്ല. ശ്ലോകം 203. ഏതാശുനീത സവാരെ കരെ പടായില കേന കാലേ
പാഷാണ്ടി ഹിന്ദു പാഞ്ച സദ ആയില. വിവർത്തനം. ഇതെല്ലാം കേട്ട ഞാൻ മ്ലേച്ഛന്മാരെയെല്ലാം അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചയച്ചു. അപ്പോൾ 5 or 7 അവിശ്വാസികളായ ഹിന്ദുക്കൾ എന്നെ സമീപിച്ചു. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കീ. പാഷണ്ഡി എന്ന വാക്ക് ഫലോദ്ദിഷ്ട കർമ്മങ്ങളിൽ വ്യാപൃതരായ അവിശ്വാസികളെയും അനേകം ദേവന്മാരുടെ ഉപാസകരായ ബിംബാരാധകരെയും പ്രതിപാദിക്കുന്നു. പാഷണ്ഡികൾ ഏകദൈവത്തിൽ പരമദിവ്യോത്തമ പുരുഷനായ വിഷ്ണുവിൽ വിശ്വസിക്കുന്നില്ല. അവിടുന്ന് ഉള്ളത്ര തന്നെ ശക്തി എല്ലാ ദേവന്മാർക്കുമുണ്ടെന്ന് അവർ കരുതുന്നു. പാഷണ്ഡിയുടെ നിർവചനം തന്ത്രശാസ്ത്രത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: യസ്തു നാരായണം ദേവം ബ്രഹ്മരുദ്രാദി ദൈവതൈ സമത്വേനൈവ വിഷേദ സ പാഷണ്ഡി പാവേ ധ്രുവം. ബ്രഹ്മാവിനെയും ശിവനെയും പോലുള്ള ശ്രേഷ്ഠ ദേവന്മാരെ പരമദിവ്യോത്തമ പുരുഷനായ നാരായണന് തുല്യരായി കണക്കാക്കുന്ന ഒരുവൻ പാഷണ്ഡിയാകുന്നു. ഇത് ഹരിഭക്തി വിലാസത്തില് 1-ാം അധ്യായത്തിൽ 17-ാമത്തെ. പരമദിവ്യോത്തമ പുരുഷനെ അസമൗർദ്ധൻ എന്ന് വിളിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആർക്കും അവിടെ നിന്ന് തുല്യനോ അവിടത്തേക്കാൾ ശ്രേഷ്ഠനോ ആകാൻ കഴിയില്ല. പക്ഷേ പാഷണ്ഡികൾ ഇത് വിശ്വസിക്കില്ല. തങ്ങൾ തൃപ്തിപ്പെടുത്തുന്ന ആരെയും പരമോന്നതനായി സ്വീകരിക്കുന്നത് ശരിയാണെന്ന് കരുതുന്ന അവർ എല്ലാ ദേവന്മാരെയും ഉപാസിക്കുന്നു. പാഷണ്ഡികൾ ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിന് വിരുദ്ധരായിരുന്നു. ഇപ്പോൾ ലോകത്തിലുടനീളം കൃഷ്ണാവബോധം പ്രചരിപ്പിക്കാനുള്ള ഞങ്ങളുടെ വിനീതമായ ഉദ്യമവും അവർ ഇഷ്ടപ്പെടുന്നില്ലെന്ന് ഞങ്ങൾ കാണുന്നു. നേരെ മറിച്ച് ഈ പാഷണ്ഡികൾ ഞങ്ങൾ ഹിന്ദുമതത്തെ നശിപ്പിക്കുകയാണെന്ന് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ ഭഗവത്ഗീത യഥാരൂപത്തിൻ്റെ വ്യാഖ്യാനമനുസരിച്ച് ലോകത്തിൽ എല്ലായിടത്തുമുള്ള ജനങ്ങൾ ഭഗവാൻ കൃഷ്ണനെ പരമദിവ്യോത്തമ പുരുഷനായി സ്വീകരിക്കുന്നു. പാഷണ്ഡികൾ ഈ പ്രസ്ഥാനത്തെ അപലപിക്കുകയും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വൈഷ്ണവർ യഥാർത്ഥ വൈഷ്ണവരല്ലെന്ന് പലപ്പോഴും സമ്പ്രദായത്തിൻ്റെ കപട അനുയായികൾ പോലും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ വൈഷ്ണവരാക്കാനുള്ള ഞങ്ങളുടെ യത്നങ്ങളോട് യോജിക്കുന്നില്ല. അത്തരം പാഷണ്ഡികൾ ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാലത്തും ഉണ്ടായിരുന്നു. അവർ ഇപ്പോഴും തുടരുകയും ചെയ്യുന്നു. പാഷണ്ഡികളുടെ ഈ പ്രതിരോധങ്ങളെല്ലാം ഉണ്ടായാലും ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ പ്രവചനം വിജയം പ്രാപിക്കും. പ്രതീതേ ആച്ചേയത നഗരാദിഗ്രാമ സർവത്ര പ്രചാര ഹൈബേ മോരോ നാമ. ഓരോ നഗരത്തിലും ഗ്രാമത്തിലും എൻ്റെ നാമസങ്കീർത്തനം കേൾക്കപ്പെടും. കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിൻ്റെ വ്യാപനം തടയാൻ ആരാലും സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ ഈ പ്രസ്ഥാനത്തിന് ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അനുഗ്രഹമുണ്ട്. ശ്ലോകം 204. ആസി കഹേ ഹിന്ദുരധർമ്മ ഫാങ്കില നീമായി യേ കീർത്തന പ്രവർത്തായില കബുശുനിനായി. വിവർത്തനം. ഹിന്ദുക്കൾ എന്നെ സമീപിച്ച് പരാതിപ്പെട്ടു. നിമായി പണ്ഡിതൻ ഹിന്ദുധർമ്മ തത്വങ്ങൾ തകർത്തെറിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ഒരു ശാസ്ത്രത്തിലും ഒരിക്കലും കേട്ടിട്ടില്ലാത്ത നാമസങ്കീർത്തനം പദ്ധതി അവർ തുടങ്ങിവച്ചിരിക്കുന്നു. ശ്ലോകം 205. മംഗള ചണ്ഡി വിഷഹരി കരി ജാഗരണ സാദേവാത്യ നൃത്യ ഗീത യോഗ്യ ആചരണ. വിവർത്തനം. ഞങ്ങൾ മംഗളചണ്ഡി വിഷഹരി പൂജകൾക്കായി രാത്രി ഉറക്കമൊഴിക്കുമ്പോൾ സംഗീതോപകരണങ്ങൾ വായിക്കുകയും നൃത്തം ചെയ്യുകയും കീർത്തനം ചെയ്യുകയും മറ്റും തീർച്ചയായും അവയ്ക്ക് അനുയോജ്യമായ ആചരണങ്ങളാണ്. തുടർന്ന് വായിക്കാം പ്രഭു.
1:30 നമുക്ക് ആ വേണമെങ്കിൽ 1-2 ശ്ലോകം കൂടി വായിക്കാം. ഞാൻ തന്നെ വായിക്കട്ടെ. ആ ഓക്കെ, ശ്ലോകം 206. പൂർവേ പാലച്ചിലയെ നിമായി പണ്ഡിത ഗയാ ഖൈദെ ആസിയ ചാലായ വിപരീത. നിമായി പണ്ഡിതൻ മുമ്പ് നല്ലൊരു കുട്ടിയായിരുന്നു. പക്ഷേ ഗയയിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം അവന്റെ പെരുമാറ്റം വിപരീതമായിരിക്കുന്നു. ഇതില് സ്റ്റാർ ചെയ്ത് മംഗളചണ്ഡി ഇരു- ദുർഗാദേവിയുടെ അത് നേരത്തെ ഉണ്ടായിരുന്ന 205 പറഞ്ഞ പ്രഭു വിഷഹരി പ്രഭുവിടെ വായിച്ചില്ലേ ഞങ്ങൾ? മംഗളചണ്ഡി ആ വിഷഹരി 205 അത് വായിക്കാം. ഓക്കെ മംഗളചണ്ഡി ദുർഗാദേവിയുടെ രൗദ്രഭാവം. ഇത് അടുത്ത ശ്ലോകം 207. ഉച്ചകരികായ ഹി ഗീത ദേയ കരതാലി മൃദംഗ കരതാല ശബ്ദേ കർണേലാകെ താലി. വിവർത്തനം. ഇപ്പോൾ അവൻ ഉച്ചത്തിൽ പാടിയും കൈയടിച്ചും കരതാളങ്ങളും മൃദംഗങ്ങളും വായിച്ചും ഞങ്ങളുടെ കാതടപ്പിക്കുന്ന ശബ്ദ കോലാഹലമുണ്ടാക്കുന്നു. ശ്ലോകം 208. ना जानी की काना मत्ता गया नाचे गाया हासे कांदे पांडे पाडे उडे ഗടാഗടി യായ. വിവർത്തനം. അവനെ ഭ്രാന്തനാക്കും വിധം എന്താണ് അവൻ ഭക്ഷിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. അവൻ നൃത്തം ചെയ്യുകയും പാടുകയും ചിലപ്പോൾ ചിരിക്കുകയും കരയുകയും നിലത്ത് വീഴുകയും കുതിക്കുകയും തറയിൽ ഉരുളുകയും ചെയ്യുന്നു. പത്ത് വരെ വായിക്കാം. പ്രഭു 10 വരെ. ശ്ലോകം 209. 11. നഗരിയാകെ പാകല കൈലാസാദ സങ്കീർത്തന രാത്രി നിദ്ര നാഹി ഹയായ് കരിജാഗരണ. വിവർത്തനം. എല്ലായ്പ്പോഴും നാമസങ്കീർത്തനം നടത്തുന്ന അവൻ ജനങ്ങളെ ഭ്രാന്ത് പിടിപ്പിച്ചിരിക്കുന്നു. രാത്രിയിലും ഞങ്ങൾക്ക് ഉറക്കം ലഭിക്കുന്നില്ല. എപ്പോഴും ഉണർന്നിരിക്കേണ്ട സ്ഥിതിയിലാണ് ഞങ്ങൾ. ശ്ലോകം 210. നിമാനി നാമ ചാടി യേവേ ബോലായ ഗൗരഹരി ഹിന്ദുര ധർമ്മ നഷ്ട കൈല പാഷണ്ഡ സഞ്ചാരി. വിവർത്തനം. ഇപ്പോൾ അവൻ നിമായി എന്ന സ്വന്തം നാമം ഉപേക്ഷിച്ച് ഗൗരഹരി എന്ന് സ്വയം നാമകരണം ചെയ്തിരിക്കുന്നു. അവൻ ഹിന്ദുധർമ്മ തത്വങ്ങളെ നശിപ്പിക്കുകയും അവിശ്വാസികളുടെ അധാർമികത അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. അപ്പോ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാൻ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. പ്രഭു എന്ന ദിവസം നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. മംഗളചണ്ഡി എന്ന് പറയുന്നത് ഈ കൽക്കട്ടയിലെ ഉള്ള ഒരു ദുർഗാദേവിയുടെ രൗദ്രഭാവം. അല്ല, അവിടെ ഇതിന്റെ വലിയ ടെമ്പിൾ ഉണ്ട് കൽക്കട്ട. അവിടെയാണ് ഈ ബലിയൊക്കെ നടക്കുന്നത്. അതെ. മൃഗബലി. അവിടെ വലിയ ക്ഷേത്രം. അവർക്ക് ഒരു വിഭാഗക്കാര് ബംഗാളികള്, ഒരു വിഭാഗക്കാര്, കൂടുതൽ ആൾക്കാരും അതിനകത്ത് അവരുടെ ഈ ദുർഗാ പൂജയിൽ ഭയങ്കര അഡിക്റ്റാണ്. മംഗളചണ്ഡി. പിന്നെ വിഷഹരി എന്ന് പറയുമ്പോ നാഗദേവത. അതന്നെ. ഇവിടെ ഉണ്ടല്ലോ ചണ്ഡിക ഹോമം ഒക്കെ ഇവിടെയും ചെയ്യുമല്ലോ. ഇപ്പൊ കേരളത്തിലും ഉണ്ടല്ലോ ചണ്ഡിക ഹോമം. ഉടുപ്പിയിലുണ്ടല്ലോ, ഉടുപ്പിയിൽ ചണ്ഡിക. അപ്പൊ രൗദ്രഭാവം ഉള്ള രീതിയിലായിരിക്കും അല്ലേ അത്?
അത് ഭദ്രകാളിയുടെ ഭാവങ്ങളാണെന്നൊക്കെ. ദുർഗ, സരസ്വതി. കൃഷ്ണ പ്രഭു 208 ശ്ലോകത്തില് പാടുകയും ചിലപ്പോൾ ചിരിക്കുകയും കരയുകയും നിലത്ത് വീഴുകയും കുതിക്കുകയും തറയിൽ ഉരുളുകയും ചെയ്യുമെന്ന് പറയുന്നില്ലേ? പുരിയില് ചൈതന്യ മഹാപ്രഭു വന്ന ഒരു വീട് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ജയസാജി പ്രഭുവിനോടൊപ്പം പോയപ്പോ പറഞ്ഞതാ. ആ ഒരു റൂം കാണിച്ചിട്ട്, ഈ റൂമിനകത്താണ് ചൈതന്യ മഹാപ്രഭു തറയിൽ കിടന്ന് ഉരുളുകയും ചുവരിലൊക്കെ മുഖം വച്ച് തേക്കുകയും, അത്രമാത്രം ഭക്തിയുടെ കാഠിന്യത്തിൽ അങ്ങനെ ഹരിനാമം ജപിച്ചു അങ്ങ് ഉരുളുകയും മുഖം ഇട്ട് ചുവരിൽ വരയ്ക്കുകയൊക്കെ ചെയ്ത സ്ഥലം ഇപ്പോഴും ഉണ്ട്. അന്ന് കാണിച്ചതെന്ന് പറഞ്ഞ കുറെ വർഷത്തിന് മുമ്പാ. കുറെ വർഷം എന്ന് പറഞ്ഞാൽ കൊറോണയ്ക്കൊക്കെ മുമ്പ്. ഏത് വർഷമാണെന്ന് എനിക്ക് ഓർമ്മയില്ല. 2007 8 10 എന്നൊക്കെ. പല പ്രാവശ്യം ക്ഷേത്രത്തിൽ തന്നെയല്ലേ പ്രഭു? അല്ല, ക്ഷേത്രത്തിനടുത്ത് താമസിച്ചിരുന്ന ഒരു വീടുണ്ട്. അപ്പൊ ആ മുറ്റമൊക്കെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു ഇവിടെയൊക്കെയാണ് ചൈതന്യ മഹാപ്രഭു കിടന്ന് ഉരുണ്ട സ്ഥലങ്ങളെന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെയാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തതായിട്ട് പറയുന്നത് അല്ലേ? അത് ഗോപാലപ്രഭുവിനോടൊന്ന് ചോദിച്ച് കൺഫേം ചെയ്യണം. 208 ഹരേ കൃഷ്ണ. 202 അതിലും നമ്മുടെ നാമമാഹാത്മ്യത്തെ പറ്റി പറയുന്നുണ്ടല്ലോ. അവര് മ്ലേച്ഛന്മാര് പരിഹസിക്കാൻ വേണ്ടി ഹരേ കൃഷ്ണ എന്ന് ജപിച്ചതാ. പക്ഷെ അവർക്ക് അവരുടെ നാവിൽ നിന്ന് പോകുന്നില്ല എന്ന്. അത് അത്രയും ആ നാമത്തിന്റെ മഹത്വം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കല്ലോ. പരിഹാസത്തോടുകൂടി ഭഗവാനെ വിളിച്ചാൽ പോലും ഭഗവാൻ വിളി കേൾക്കുന്നു പറഞ്ഞ പോലെ തന്നെയാണ് അവര് അത് പ്രയോഗിച്ചത്. ഹരേ കൃഷ്ണ. നേരത്തെ മാതാജി പറഞ്ഞ പോലെ ഇതിലെ ആ മ്ലേച്ഛന്മാരെന്ന് പറയുന്നതിൽ അവർക്കും ഒരു ക്വാളിറ്റി ഉള്ള പോലെ തോന്നുന്നു. അത് തന്നെ, അത് അവർക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇന്ന് അത് മാറി, ഇത് മുഴുവൻ മാറി. അത് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചല്ലോ. പണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും അന്യോന്യം അടുത്ത വീടുകളിൽ പോകുമായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് കൊടുക്കുകയായിരുന്നു എന്നൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ വായിച്ചിരുന്നല്ലോ. പക്ഷെ ഇപ്പോഴാണ് ഇത്രയും നശിച്ചു പോയത്. ഇപ്പൊ നശിക്കാൻ കാരണം രാഷ്ട്രീയമാണ്. അതെ, രാഷ്ട്രീയം, വോട്ട് ബാങ്ക്. നമ്മളിവിടെ ഈ അടുത്ത ഒരു അമ്പലത്തില് ചെന്നപ്പോ അവര് പറയാ അവിടെ ഇങ്ങനെ എപ്പോഴും പ്രോഗ്രാം നടത്താൻ സമ്മതിക്കില്ല. അവര് വോട്ട് ബാങ്കിന് ആണെന്ന് പറയും. പബ്ലിക് ജനങ്ങൾ പറയും വോട്ട് ബാങ്ക് എപ്പോഴും പ്രോഗ്രാം നടത്താൻ സമ്മതിക്കില്ല, വോട്ട് ബാങ്ക് ആണ്. അങ്ങനെയാണ് ഇവിടുത്തെ നാടൻ. പക്ഷെ ഇതിനകത്ത് പ്രധാന 203 കാര്യം പറയാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ഒരു എന്താ ഈ പ്രതിരോധങ്ങളൊക്കെ ഉണ്ടായാലും ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രവചന വിജയം പ്രതിദേ ആചേയത നാഗരതി ഗ്രാമ സർവത്ര പ്രചാര ഹൈബേ മോരനാമ. ഓരോ നഗരത്തിലും ഗ്രാമത്തിലും എന്റെ നാമസങ്കീർത്തനം കേൾക്കപ്പെടുന്നു പറഞ്ഞെ. കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിന്റെ വ്യാപനം തടയാൻ ആരാലും സാധ്യമല്ല. നാമസങ്കീർത്തനത്തിന്റെ മഹത്വം അത്ര ശക്തി അത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ ശിഷ്ടാക്ഷരത്തിൽ പറയുന്നത്. നാമനാമകാരി സർവശക്തിയും എല്ലാ ശക്തിയും അതിനകത്തുണ്ട്. അതുകൊണ്ട് ആ നഗരത്തിലും ഗ്രാമത്തിലും എന്റെ നാമസങ്കീർത്തനം കേൾക്കപ്പെടുകയും അതിനെ ഒരു പ്രസ്ഥാനത്തിനും അത് അതിന്റെ വ്യാപനം, അതിന്റെ പകർച്ച തടയാൻ പറ്റില്ല എന്ന് പറയുന്നത് പ്രധാന ഒരു പോയിന്റാണ് 203. അതെ അതെ, ഹരേ കൃഷ്ണ. അതായിരിക്കും അത്രയൊക്കെ ശ്രമിച്ചിട്ട് ഇപ്പോഴും അത് പോവാണല്ലോ മുന്നോട്ട്. ഇതെല്ലാം ചെയ്യുന്നു. ശരിക്കും ഒരു രീതിയിൽ ഇതെല്ലാം ഇല്ലാണ്ടായി പോകേണ്ട ഒരു സമയമല്ലേ? പക്ഷെ ഒന്നും ഇല്ലാണ്ടാകുന്നു. സർവശക്തി ആ നാമത്തിലുണ്ട്. അതുകൊണ്ടാണ് അത്രത്തോളം നാമകാരി ബഹുദാനിത സർവശക്തി തത്രാർപ്പിത നിയമിത സ്മരണി. ഹരേ കൃഷ്ണ. ഇപ്പൊ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഓക്കെ ബ്രോ. വാഞ്ചാകൽപതരൂപശ്ച സിന്ധു പതിതാനാം പാവനേഭ്യോ
अनंत कोटि वैष्णव भक्त वृंद की जय, श्रील प्रभुपाद की जय, गुरुदेव की जय दास हरि 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 बोल। बोल।